Good day, everyone. Welcome back to MMPO 003 Operations Management. നമുക്ക് 4 ബ്ലോക്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിന്റെ മാനേജ്മെന്റ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഓവർവ്യൂയുടെ ഫസ്റ്റ് യൂണിറ്റ് ആൻഡ് ഓവർവ്യൂ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് സ്കോപ്പ്, നമുക്ക് എവിടെയൊക്കെയാണ് ഇത് നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് വരുന്നത് എന്നുള്ളതും, പിന്നെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് സ്റ്റഡി ചെയ്യുന്നതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നും, പിന്നെ ഓപ്പറേഷൻസ് മാനേജേഴ്സ് എന്തൊക്കെ ജോലികളാണ് അവരെടുക്കുന്നതെന്നും, പിന്നെ ഈ ഓപ്പറേഷൻ മാനേജേഴ്സ് ആയി നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവർ ഓരോ ആക്ടിവിറ്റിയുടെയും പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻ മാനേജേഴ്സ് നോക്കേണ്ട എത്തിക്കൽ ഇഷ്യൂസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് അവർ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആക്ടിവിറ്റി, ആ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് പ്രോസസ്സിൽ നിന്നും നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷൻ എന്ന നിലക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ സെൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് സസ്റ്റൈനബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ദീർഘകാലം നമുക്ക് ആ ഒരു ബിസിനസ് മോഡൽ എങ്ങനെ ഓടിക്കാം എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ബേസ് ആണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഒരു കമ്പനിയിൽ നടക്കുന്ന പ്രൊഡക്ഷന്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രൊഡക്ഷന് പുറമെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ മേഖലയിലും എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്തിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കുറച്ച് ഇൻപുട്സിനെ നമ്മൾ ഒരു ഔട്ട്പുട്ടിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് ആ ഒരു പ്രോസസ് പ്രൊസീജിയർ എന്നുള്ളതിനാണ് നമ്മൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷനും ഓപ്പറേഷനും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞാൽ, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ആണെങ്കിൽ, ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് എന്നതിന് പുറമെ സർവീസും നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന വേസ്റ്റ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതും വേസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനും പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രോസസ്സും ആക്ടിവിറ്റീസും നമ്മൾ സ്ട്രീം ലൈൻ ചെയ്യുന്നതോടെ, അല്ലെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ, അല്ലെങ്കിൽ വേസ്റ്റ് നമുക്ക് ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കോസ്റ്റ് നമുക്ക് നല്ല രീതിക്ക് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ മാനേജ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത് പറയുന്ന ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആണ്. ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ ഒരു കുറച്ച് ഇൻപുട്സ് കിട്ടും. ആ ഇൻപുട്സ് നമ്മൾ ഗുഡ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കെമിക്കൽ പ്രോസസ് ആവാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോസസ് ആവാം. ഇതിനാണ് നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൺവേർഷൻ ആണ്. ഒരു പ്രോസസ് 1, അത് കഴിഞ്ഞ് പ്രോസസ് 2, പ്രോസസ് 3, പ്രോസസ് 4, ഒരു സീക്വൻസിൽ നമ്മൾ ഒരു ഇൻപുട്സിനെ ഒരു ഗുഡ്സ് ആക്കി മാറ്റുന്നതിനാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ, കോമ്പറ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് പ്രോസസ്സിന്റെ സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, മാനേജ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു പ്രൊഡക്ഷനിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയും. വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർ റിലേറ്റഡ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത്. ഒരു സർട്ടൻ പ്രൊഡക്ട്സിനെ ഡെവലപ്പ് ചെയ്യാനും അത് മാനുഫാക്ചർ ചെയ്യാനും, മാനുഫാക്ചറിംഗ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാ ഓർഗനൈസേഷനും എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറെ ഇൻപുട്സ് എടുത്തിട്ട് അത് ഔട്ട്പുട്ട് ആക്കി മാറ്റും. നമുക്ക് 2 ടൈപ്പാണ് ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്. ഒന്ന് ഗുഡ്സും ഒന്ന് സർവീസസും. ഗുഡ്സ് ആണെങ്കിൽ നമ്മളിവിടെ പ്രൊഡക്ഷൻ എന്ന് പറയും, സർവീസ് ആണെങ്കിൽ നമ്മളിവിടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയും. ഓപ്പറേഷൻ മാനേജ്മെന്റ് പറയുമ്പോൾ നമ്മൾ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഈ സെയിം സാധനങ്ങൾ തന്നെ ഓപ്പറേഷൻസിൽ അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗുഡ്സ് റിലേറ്റഡ് ആയി പറയുമ്പോൾ, രണ്ടും കൂടി ഉൾക്കൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി ടാഞ്ചിബിൾ ആണ്, വെച്ചാൽ നമുക്ക് തൊടാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ടാഞ്ചിബിൾ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ LG ടിവിയുടെ TV എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. ഇനി സർവീസ് എന്ന് പറയുന്നത് ആ LG TV നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ അവർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു പെരുമാറ്റം, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമുക്ക് സർവീസിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഗുഡ്സും സർവീസ് ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നുണ്ട്. നമ്മളൊരു ഇൻപുട്ട് ലൈക്ക് കുറെ ഡിഫറെന്റ് പാർട്സ് ആണ് അസംബിൾ ചെയ്തിട്ട് നമുക്കിവിടെ TV ആയിട്ട് വരുന്നത്. ആ ഒരു TV എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്.
അത് മാത്രം ഉണ്ടായാൽ പോരല്ലോ. അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ആൾക്കാർ വേണം. നമ്മൾ ആ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണം. എന്നാലേ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് നമുക്ക് വാങ്ങാനുള്ള ഒരു ഫീൽ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഓപ്പറേഷൻസിൽ അതും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചില സെക്ടേഴ്സ് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സർവീസ് ഓറിയന്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ബാർബർ ഷോപ്പ് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ്. നമുക്ക് അത് ഫിനിഷ് ചെയ്യുന്നതിന് ശേഷമുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അവർ തരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന ഒരു സർവീസ് ആണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നേച്ചർ ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് നമ്മൾ അവിടെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിന് അവർക്ക് വാല്യൂ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് വെച്ചാൽ ഓവറോൾ ബിസിനസിന്റെ കപ്പാസിറ്റി നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, പെർഫോമൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ ഡിമാൻഡ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ പ്രൊഡക്ട്സ് ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു രീതിക്ക് കസ്റ്റമർ ഡിമാൻഡ്സ് മനസ്സിലാക്കണം. ഇതിന് നമുക്ക് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കസ്റ്റമർ ഡിമാൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്രത്തോളം പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട് നമുക്ക് ഇത്ര പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ നടത്തണം. ആ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കസ്റ്റമർ ഡിമാൻഡ് നമുക്ക് ഭയങ്കര ലോ ആയിട്ടാണ് പ്രിഡിക്ട് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ കുറവ് പ്രൊഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് കസ്റ്റമർ ഡിമാൻഡ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്തേക്ക് അവർ പോകും. അപ്പൊ നമുക്ക് അവിടെ നഷ്ടം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു, നമ്മൾ കസ്റ്റമർ ഡിമാൻഡ്സ് കുറെ ഉണ്ടെന്ന് വിചാരിച്ച് കുറെ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ കുറെ സാധനങ്ങൾ നമ്മുടെ ഗോ ഡൗണിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ആയിട്ട് അവിടെ എടുക്കും. അപ്പൊ നമ്മൾ ഇൻവെന്ററി കോസ്റ്റ് കൂടും, അല്ലെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യേണ്ട കോസ്റ്റ് കൂടും. ഇതൊക്കെയാണ് കസ്റ്റമർ ഡിമാൻഡ്സ് മനസ്സിലാക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ കസ്റ്റമർ ഡിമാൻഡ് ഇമ്പോർട്ടന്റ് ആയി വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് ഡാറ്റ ടു മേക്ക് എൻ അപ്രോപ്രിയറ്റ് ഡിസിഷൻ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡാറ്റ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫുൾ കംപ്ലീറ്റ്ലി ഡാറ്റ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കസ്റ്റമർ ഡിമാൻഡിന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ, നമുക്ക് ഡാറ്റ നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. ആ ഡാറ്റ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാൻ. ആ ഡാറ്റനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസിഷൻ എടുക്കാൻ. പ്യൂർ ഗട്ട് ഫീലിംഗ്സ് നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. ഗട്ട് ഫീലിംഗ്സ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു മാനേജർ എന്ന നിലയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഗട്ട് ഫീലിംഗ്സ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എന്നാൽ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഡാറ്റ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ഗട്ട് ഫീലിംഗ്സ് ഫോളോ ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ ലെവറേജിങ് ടെക്നോളജി. നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും പുതിയ ടെക്നോളജീസ് ഇൻവോൾവ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അതിനേക്കാളും അപ്ഡേറ്റഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ കോസ്റ്റ് എപ്പോഴും മിനിമം ആയിരിക്കും. ചിലപ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് നല്ലപോലെ ഉണ്ടെങ്കിലും ഓവറോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഭയങ്കര മിനിമൽ ആയിരിക്കും. കാരണം അതുപോലെ തന്നെ അവർക്ക് സ്പീഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കിട്ടും. പെട്ടെന്ന് തന്നെ അവർക്ക് പ്രൊഡക്ഷൻ തീർക്കാൻ പറ്റും. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റെഗുലർ എവോൾവിംഗ് റെസ്പോൺസ്. ഓർഗനൈസേഷൻ ചില സോഷ്യോ എൻവയറമെന്റൽ ചേഞ്ചസ് ഉണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റിൽ ഉണ്ടായിരുന്ന ആൾക്ക് ഡെമോഗ്രഫി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ കൾച്ചറൽ ചേഞ്ചസ്, അല്ലെങ്കിൽ എക്കണോമിക് ചേഞ്ചസ്. നമ്മുടെ ആ ഒരു നാട്ടിൽ പെട്ടെന്നൊരു എക്കണോമിക് ബൂം നടക്കുക, അല്ലെങ്കിൽ എക്കണോമിക് ഡിക്ലൈൻ നടക്കുക. അങ്ങനെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ റെസ്പോണ്ട് ചെയ്യാനുള്ള തരത്തിൽ നമുക്ക് മാറിയിരിക്കണം. അടുത്തത് സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ്. സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് നമുക്ക് ഓപ്പറേഷൻ മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ ഫോക്കൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നിന്നും കണക്ഷൻ വരുന്നത് ഒരു സെഗ്മെന്റ് ആണ് ഓപ്പറേഷൻസ് മാനേജേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. HR ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു കണക്ഷൻ എന്തായാലും ഓപ്പറേഷൻ മാനേജേഴ്സിന് ഉണ്ടായിരിക്കും. അത് കാരണം എല്ലാ ഫംഗ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഒരു ഫോക്കൽ പോയിന്റ് ഓഫ് റിലേഷൻഷിപ്പ് ഓപ്പറേഷൻ മാനേജേഴ്സ് ആണ്. കസ്റ്റമർ ഡിമാൻഡ്സ് മനസ്സിലാക്കിയിട്ട് ആ ഡിമാൻഡ്സ് അനുസരിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനോട് പറയണം. അതുപോലെ തന്നെ HR മാനേജേഴ്സിന് എത്രത്തോളം എംപ്ലോയീസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എത്രത്തോളം ഡിമാൻഡ് അനുസരിച്ച് എങ്ങനെയാണ് മാർക്കറ്റിംഗ് നടത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സെയിൽസ് സ്ട്രാറ്റജി ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് മാനേജേഴ്സ് ആയിരിക്കും എങ്ങനത്തെ ബിൽഡിംഗ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു ഫെസിലിറ്റി ലേ ഔട്ട് എങ്ങനെയായിരിക്കണം വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എവിടെ ഇരിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ മെഷീനറീസ് എവിടെയൊക്കെ നിൽക്കണം, എന്തൊക്കെ മെഷീനറീസ് ആണ് ആവശ്യമുള്ളത്, എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളത്, എങ്ങനെയായിരിക്കണം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെലക്ഷന് എങ്ങനെ നമ്മൾ ഡിസൈൻ എങ്ങനെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനത്തെ പ്രോസസ്സാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പറേഷൻ മാനേജേഴ്സ് ആണ് ആ ഡിസിഷൻസ് എടുക്കുന്നത്. കാരണം തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആ കമ്പനിയുടെ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി മാനേജ്മെന്റ്, മെയിൻ്റനൻസ് കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓപ്പറേഷൻസ് മാനേജേഴ്സ് ആണ് നോക്കി നടത്തുന്നത്.
ഇതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ മാനേജേഴ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ് ഒരു കമ്പനിയിൽ. ഒരു നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ മാനേജേഴ്സ് എപ്പോഴും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബോണസ് ആണ്. അടുത്താണ് സിസ്റ്റം വ്യൂ ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. സിസ്റ്റം വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ പഠിക്കുന്നതാണ് സിസ്റ്റം വ്യൂ എന്ന് പറയുന്നത്. സിസ്റ്റം വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ എന്താ പറയാ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ ആ ഒരു പ്രോസസ്സായി മാത്രം കാണാതെ ബാക്കിയുള്ള അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സർ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഒരൊറ്റ ഒരു കമ്പോണന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എസെൻഷ്യൽ ഫംഗ്ഷൻസ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ സിസ്റ്റം വ്യൂവിൽ പറയുന്നത്. ഒരു ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് എങ്ങനെയാണ് നടക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ നമുക്കൊരു ഓപ്പറേഷൻസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് നടക്കുന്നത്, കൺവേർഷൻ പ്രോസസ് മെക്കാനിക്കൽ ആവാം, കെമിക്കൽ ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് റിലേറ്റഡ് വാല്യൂ അഡീഷൻ ആവാം. ഇത് നമുക്ക് കിട്ടുന്ന ഇൻപുട്സിന് ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ഇൻപുട്സിൽ നമുക്ക് റോ മെറ്റീരിയൽസ് ഉണ്ടാവാം, നമ്മുടെ നിൽക്കുന്ന ലാൻഡ്, അത് ഫാക്ടറി, ഹ്യൂമൻ റിസോഴ്സ് ലേബർ, നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ കിട്ടുന്ന ഇൻഫർമേഷൻ, ഇതെല്ലാം ഇൻപുട്ടാണ്. ഈ ഇൻപുട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. ഈ ഔട്ട്പുട്ട് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അത് ഫീഡ്ബാക്ക് കൊടുത്ത് കൺട്രോൾ പ്രോസസ്സിലൂടെ നമ്മൾ ആ വാല്യൂ അഡീഷൻ നമുക്ക് എത്രത്തോളം ഡിഫറൻസ് വരുത്തണം, അല്ലെങ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഫീഡ്ബാക്ക് ലൂപ്പിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു കൺട്രോൾ ലൂപ്പിൽ നമുക്ക് ഇൻപുട്ടിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നാലാണ് നമുക്ക് ഔട്ട്പുട്ട് റെഡിയാക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഫീഡ്ബാക്ക് ലൂപ്പിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ ഫംഗ്ഷൻസും റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ ഒരു സിസ്റ്റം വ്യൂ ഉണ്ടായിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് എക്സാമ്പിൾസ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റം, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റമിൽ ഉണ്ടാകുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത് പേഷ്യൻസ്, MDs, നേഴ്സസ്, മെഡിക്കൽ സപ്ലൈസ്, എക്യുപ്മെന്റ്, ഈ പല ഇൻപുട്സ് ഉണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് വന്നു, പേഷ്യന്റ് ആണ് മെയിൻ ഇൻപുട്ട്, റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പോലെ പേഷ്യന്റ് ആണ് മെയിൻ ഇൻപുട്ട്. ഔട്ട്പുട്ട്, ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആ ഹെൽത്തി ഇൻഡിവിജ്വൽ, ആ പേഷ്യന്റിന്റെ അസുഖങ്ങൾ മാറി ഒരു ഹെൽത്ത് ഇൻഡിവിജ്വലായി മാറണം. അതിന് നമ്മൾ കൊടുക്കുന്ന പ്രോസസ് അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ആണ്, കൺവേർഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ആണ്. ഇതാണ് ഒരു ജനറൽ എക്സാമ്പിൾ പറയുന്നത്. അതിൽ റെസ്റ്റോറന്റിൽ ഇപ്പൊ ഹംഗ്രി കസ്റ്റമേഴ്സ് ആണെങ്കിൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ വിഷമ അടങ്ങിയ കസ്റ്റമേഴ്സ്, അതിന് അവർക്ക് നല്ല ഫുഡ് കൊടുക്കണം, അവർക്ക് കൊടുക്കുന്ന സർവീസ് നല്ലതായിരിക്കണം. വെച്ച് കഴിഞ്ഞാൽ വെയിറ്റർമാരൊക്കെ അവരോട് നല്ല രീതിയിൽ പെരുമാറണം, അവർക്ക് ഒരു ആംബിയൻസ് ഫീൽ ചെയ്യണം. ഇതാണ് ഒരു റെസ്റ്റോറന്റ് സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ട്, ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ എന്നാ പറയുന്നത്. നമുക്ക് എന്താ പറയാ ഹങ്കർ ഇല്ലാത്ത ഒരു കസ്റ്റമർ എന്നല്ല പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് അതിൽ ഏറ്റവും എന്താ പറയാ ബെസ്റ്റ് ഫുഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബെസ്റ്റ് സർവീസ് കൊടുക്കുന്നതിലാണ് ആ ഒരു സിസ്റ്റം അടിപൊളിയാവുന്നത്. അതുകൊണ്ട് തന്നെ സിസ്റ്റം വ്യൂ എന്നാണ് നമ്മൾ ആ ഒരു ഇതിന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫുഡ് കൊടുക്കുക എന്നുള്ളത് മാത്രമാകുമ്പോൾ നമുക്കത് സിസ്റ്റം വ്യൂ ആവുന്നില്ല. സിസ്റ്റം വ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ കംപ്ലീറ്റ് ഓപ്പറേഷൻസും ഇൻക്ലൂഡഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ പ്ലാന്റിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ഒരു 4 പ്രൈമറി ഫംഗ്ഷൻസ് ഉണ്ട് ഓർഗനൈസേഷന്റെ. അതിൽ ഒന്നാണ് വെച്ച് കഴിഞ്ഞാല് ബേസിക് ഫംഗ്ഷൻസ് പറയുന്നത് ഒന്ന് കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് ആണ്, സെല് ചെയ്യുക, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവർ സാധനങ്ങൾ വിൽക്കുക. അതുപോലെ തന്നെ ഫിനാൻസ് നടത്തണം. വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് നടത്തണം എന്ന് പറഞ്ഞാൽ എത്ര സാധനങ്ങൾ വിറ്റു, അതിനനുസരിച്ചുള്ള പൈസ എത്രത്തോളം കിട്ടി, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. വെച്ചാൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്താലാണ് അത് സെല് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് ഫിനാൻസ് വരുന്നുള്ളൂ. ഈ ഒരു 3 എണ്ണത്തിന് ഒപ്പം തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നുള്ളത് ഒരു അംബ്രല്ല പോലെയാണ്. വെച്ചാൽ ഈ 3 എണ്ണത്തിന്റെ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു 3 എണ്ണത്തിനും ലിങ്ക് ചെയ്ത് നിൽക്കുന്നതാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സക്സസ്ഫുൾ ഓപ്പറേഷൻ മാനേജ്മെന്റ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ഓർഗനൈസേഷൻ ആവണമെങ്കിൽ അവിടെ കിട്ടുന്ന റിസോഴ്സ് എല്ലാം പെർഫെക്റ്റ്ലി എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അത് പെർഫെക്റ്റ്ലി എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഓപ്പറേഷൻ മാനേജേഴ്സിന് മനസ്സിലായിരിക്കണം എത്രയാണ് അതിന്റെ ഡിമാൻഡ്, എങ്ങനെ ഫിനാൻസ് കൊണ്ടിറക്കണം, എത്രയായിരിക്കും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എല്ലാ ഡെയിലി ഓപ്പറേഷൻസിനെയും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ നമുക്കുള്ള റിസോഴ്സ്, നമുക്കുള്ള അസറ്റ്സും നമുക്ക് നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജേഴ്സിന്റെ മെയിൻ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ ഡെയിലി നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലും ജനറലി വെരി ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഓപ്പറേഷൻസ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സൂപ്പർവൈസേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നതിൽ ഭയങ്കര ഇൻവോൾവ് ആയി നിൽക്കുക. എങ്ങനെയാണ് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഡെയിലി ഓപ്പറേഷൻസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിലെ ഡിസിഷൻ മേക്കിങ്സ് ഉണ്ടാവും. അത് 2 ടൈപ്പ് വരുന്നത്, സിസ്റ്റം ഡിസൈൻ ഡിസിഷൻസും സിസ്റ്റം ഓപ്പറേഷൻ ഡിസിഷൻസും. സിസ്റ്റം ഡിസൈൻ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ഒരു പെർട്ടിക്കുലർ ഫാക്ടറി നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റിനോവേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടുള്ളൂ അല്ലെങ്കിൽ മാക്സിമം എഫിഷ്യന്റ്ലി നമുക്ക് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഡിസൈൻ ഡെസിഷൻസ് എന്ന് പറയുമ്പോൾ. ഓപ്പറേഷൻ ഡെസിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നടത്തിയ ഡെസിഷൻസ് അല്ലെങ്കിൽ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തു, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു, ആ നടക്കുന്ന ഓപ്പറേഷൻസ് നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ ഇൻവോൾവ് ചെയ്ത് നമുക്ക് എങ്ങനെ അത് കൂടുതൽ ആ സ്പെസിഫിക് കപ്പാസിറ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആക്ടിവിറ്റീസിനുള്ളിൽ നമുക്ക് ഡിസൈഡ് പ്രൊഡക്ഷൻ സർവീസ് ഉണ്ടാക്കി തീർക്കുന്നത് എങ്ങനെ നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ് സിസ്റ്റം ഓപ്പറേഷൻ ഡെസിഷൻസ് പറയുന്നത്. നമുക്ക് ഡിസൈഡ് പ്രൊഡക്ഷൻ സർവീസസ് ഡെയിലി ആക്ടിവിറ്റീസ് കൊണ്ട് നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് വരുന്നത് വെച്ചാൽ ആ ഒരു ഓപ്പറേഷൻസ് നടക്കുമ്പോൾ പേഴ്സണൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടി വരും. ഇൻവെന്ററി നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് പ്രോസസ്സും ആക്ടിവിറ്റീസും നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സ്കെഡ്യൂൾ ചെയ്യേണ്ടി വരും, ഏത് ആക്ടിവിറ്റീസ് എപ്പോൾ നടക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ പ്രൊജക്ട് നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്, ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അത് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. ഇനി ഓപ്പറേഷണൽ ഏരിയ, ഒരു പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് മാനേജർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജർ എന്ന നിലയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ട് നോക്കുന്നത് എന്നുള്ളത്. ഒന്ന് പ്രോസസ് ആൻഡ് കപ്പാസിറ്റി ഡിസൈൻ. നമ്മൾ പറഞ്ഞ പോലെ സിസ്റ്റം ഡിസൈൻ ഡെസിഷൻ ആണ് ഇത്. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്, എങ്ങനെയായിരിക്കണം ആ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കേണ്ടത്, എന്തൊക്കെ ടെക്നോളജീസ് ആയിരിക്കണം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസൈൻ ഡെസിഷൻസ് എടുക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡിസൈൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അത് എങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അത് ആർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഇഷ്യൂ സർവീസസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഡിസൈൻ ഡെസിഷൻസ് വരുന്നത്. അതിനുപോലെ തന്നെ വരുന്ന ഡെസിഷൻസ് ആണ് മാനേജിങ് ക്വാളിറ്റി. നമ്മൾ എങ്ങനെയാണ് എത്രത്തോളം ക്വാളിറ്റിയാണ് നമ്മൾ പ്രൊഡക്ട്സ് കൊടുക്കേണ്ടത്, അതെങ്ങനെയാണ് ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ലേ ഔട്ട് സ്ട്രാറ്റജി, എങ്ങനെയായിരിക്കും ആ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കിയിരിക്കേണ്ടത്, ഏതൊക്കെ മെഷീനറീസ് ആണ് ഇൻവോൾവ് ചെയ്യേണ്ടത്, ഏത് മെഷീനറിയുടെ സൈഡിൽ ഏത് മെഷീനറി വേണം, അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി ലേ ഔട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. പിന്നെ ലൊക്കേഷൻ സ്ട്രാറ്റജി, നമ്മൾ എവിടെയാണ് നമുക്ക് ആ ഒരു ഫെസിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെയാണുള്ളത് എന്നനുസരിച്ചിട്ട് ഒരു ഒപ്റ്റിമം ലേ ഔട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമം ലൊക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ഓപ്പറേഷൻ മാനേജേഴ്സിന്റെ ഒരു ഡിസൈൻ ഡെസിഷൻസിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഓപ്പറേഷൻ ഡെസിഷൻസ് എന്ന് പറയുമ്പോഴാണ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ജോബ് ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുണ്ട്, ആ ഒരു ജോബ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കണം ഓരോ പേഴ്സണിലും എടുക്കേണ്ടത്, ഓരോ പേഴ്സണിലും എങ്ങനെ നമുക്ക് മാക്സിമം എന്താ പറയാ ഔട്ട്പുട്ട് കിട്ടും, അല്ലെങ്കിൽ മാക്സിമം എഫക്റ്റീവ് ആയിട്ട് അവരെങ്ങനെ വർക്ക് ചെയ്യും, അവരുടെ വർക്കിംഗ് എൻവയറമെന്റ് എത്രത്തോളം നന്നാക്കി തീർക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കേണ്ടി വരും. പിന്നെ ഇൻവെന്ററി, മെറ്റീരിയൽ റിക്വയർമെന്റ്സ് പ്ലാനിങ് ആൻഡ് ജസ്റ്റ് ഇൻ ടൈം. ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ എത്രത്തോളം കോമ്പണൻസ് നമുക്ക് സ്റ്റോക്ക് ചെയ്യണം, എത്രത്തോളം മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം, എപ്പോഴാണ് നമ്മൾ റീഓർഡർ കൊടുക്കേണ്ടത്, ഓർഡർ കൊടുക്കേണ്ടത്, എത്രത്തോളം ഡിമാൻഡ് ഉണ്ടായിരിക്കും, ആ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് അത് സോഴ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്, എന്തൊക്കെ ചാനൽസ് നമ്മൾ വേണ്ടി വരും നമുക്ക് നമ്മുടെ കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടേണ്ട റോ മെറ്റീരിയൽസ് നമുക്ക് എങ്ങനെ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ചാനൽസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും എന്നതൊക്കെ നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ്. ആരാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മെഷീനറിയുടെ മെയിൻ്റെനൻസിനെ നോക്കുന്നത്, എപ്പോഴാണ് നമ്മൾ ആ പെർട്ടിക്കുലർ മെഷീനറിക്ക് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിം വെച്ചിട്ടാണോ, അല്ലെങ്കിൽ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണോ, അല്ലെങ്കിൽ ആ വെയർ ആൻഡ് ടിയർ വരുമ്പോഴാണോ എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഗുഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ ഐറ്റംസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ടാഞ്ചിബിൾ ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമുക്ക് ഗുഡ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ. ഒരു 3 years മിനിമം നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് പറയാം എന്താ പറയാ നോൺ പെരിഷബിൾ ഗുഡ്സും, 3 years താഴെയാണെങ്കിൽ നമുക്ക് പെരിഷബിൾ ഗുഡ്സും അല്ലെങ്കിൽ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും പറയുന്നത്. പിന്നെ ഇതില് പെരിഷബിൾ ഗുഡ്സിൽ വരുന്നതാണ് വെജിറ്റബിൾ, ടൂത്ത് പേസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി നോൺ പെരിഷബിൾ ഗുഡ്സ് ആണ് നമ്മുടെ ഈ CD,
ലാപ്ടോപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോൺ പെരിഷബിൾ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു കസ്റ്റമറിന്റെ നോൺ ഗുഡ് എലമെന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ തൊടാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സാധനത്തിനാണ് നമുക്ക് സർവീസ് എന്ന് പറയുന്നത്. ഒരു സെല്ലറിനായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് സർവീസ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു TV വാങ്ങാൻ പോയി, ആ TV വാങ്ങാൻ പോകുമ്പോൾ TV ആണ് നമ്മുടെ ഗുഡ്സ്. ആ കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുന്ന ആ ഒരു എക്സിക്യൂട്ടീവിന്റെ എന്താ പറയാ റിലേഷൻഷിപ്പ് ഒക്കെയാണ് നമുക്ക് സർവീസ് ആയിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ബിസിനസ്സുകളാണ് റിസോർട്ട്സ്. റിസോർട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്, നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്ന എക്സ്പീരിയൻസ്. ലോ ആൻഡ് ഫിനാൻസ് ഫേംസ്, അതൊരു നമ്മുടെ ലീഗൽ അഡ്വൈസറി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമുക്ക് കയ്യിൽ ഒരു സാധനം കിട്ടിയ ടാൻജിബിൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നില്ല. ഇതിനൊക്കെ നമുക്ക് സർവീസ് ബേസ്ഡ് ബിസിനസ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ സർവീസ് പ്രൊവൈഡിംഗ് കമ്പനികളും ഗുഡ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനികളും തമ്മിലുള്ള മാനേജ്മെന്റ് ഭയങ്കര ഡിഫറൻസ് ആണ്. രണ്ടുപേർക്കും വാല്യൂ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഗുഡ്സ് ആൻഡ് സർവീസിൽ ആ ഗുഡ്സിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെയാണ് മെയിൻ ഫോക്കസ് വരുന്നത്. സർവീസിലാണെങ്കിൽ എക്സ്പീരിയൻസിലാണ് കൂടുതൽ ഫോക്കസ് വരുന്നത്. അടുത്താണ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ട് എത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഗുഡ്സ് ആൻഡ് സർവീസ് ആണെങ്കിൽ ആ ഓഫർ ചെയ്യുന്നതിൽ നമുക്ക് എത്രത്തോളം വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന്റെ വാല്യൂ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് റിസോഴ്സ് കൊടുത്തിട്ട് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടാം. അതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും എടുക്കാം. ലേബർ ആവാം, റോ മെറ്റീരിയൽസ് ആവാം, ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ അതുപോലത്തെ എനർജി ആവാം, അതുപോലത്തെ എന്തെങ്കിലും ആവാം. അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സർവീസ്, അതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ട് രീതിക്ക് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഔട്ട്പുട്ട് സെയിം ആയിട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കുക, ഇൻപുട്ട് കുറയ്ക്കാം. അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപ്രൂവ് ചെയ്യുക, ഇൻപുട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കുക. ഈ രണ്ട് രീതിക്കാണ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഒരു പെർട്ടിക്കുലർ പേസ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കൊരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷൻ എത്രത്തോളം ഇൻപുട്ടിൽ നിന്നും എത്രത്തോളം ഔട്ട്പുട്ട് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ലാസ്റ്റ് സെന്റൻസ് കൊടുത്തിരിക്കുന്നത്. പേസ് അറ്റ് വിച്ച് എ കോർപ്പറേഷൻ ഓർ നേഷൻ പ്രൊഡ്യൂസ് തിങ്സ് ആൻഡ് സർവീസസ് ടിപ്പിക്കലി ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സ് എത്രത്തോളം കൊടുക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് എത്രത്തോളം ഔട്ട്പുട്ട് നമ്മുടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു കോർപ്പറേഷൻ ആവാം, കോർപ്പറേഷന്റെ പ്രൊഡക്ടിവിറ്റി ആവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു നേഷന്റെ പ്രൊഡക്ടിവിറ്റി ആവാം. ഇനി നമ്മൾ പ്രൊഡക്ടിവിറ്റി മെഷർമെന്റ് ഇവിടെ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. നമുക്കൊരു 500 ലേബർ അവേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് 2000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2000 യൂണിറ്റ്സിന് നമുക്ക് ലേബർ അവേഴ്സ് യൂസ് ചെയ്യുന്നത് 500 ആണ്. അപ്പോൾ ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 2000/500 വെച്ചാൽ യൂണിറ്റ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്, ലേബർ അവേഴ്സ് യൂസ്ഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്. അവിടെ 2000/500 എന്ന് പറഞ്ഞാൽ 4 ആണ്. ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 4 ആണ്. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു ഇൻപുട്ടായി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അത് കാരണം തന്നെ നമ്മൾ സിംഗിൾ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഇൻപുട്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഒബ്വിയസ്ലി നമുക്കൊരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾക്കാർ മാത്രം പോരാ, അതിന് റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, ലേബർ ആവശ്യമുണ്ട്, നമുക്ക് പൈസ ആവശ്യമുണ്ട്, മെഷീനറി ആവശ്യമുണ്ട്, എനർജി ആവശ്യമുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഈ എല്ലാ കാര്യങ്ങളുടെയും ഇൻപുട്സ് എത്രത്തോളം ആണ്, അല്ലെങ്കിൽ ഇൻപുട്ട് എത്രത്തോളം ആണ് വരുന്നത് എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഒരു ഓവറോൾ പ്രൊഡക്ടിവിറ്റി പറയണമെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടി ഫാക്ടോറിയൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ മൾട്ടി ഫാക്ടോറിയൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ എല്ലാ ഇൻപുട്ട് ക്രൈറ്റീരിയാസിനെയും നോക്കിയിട്ടായിരിക്കും. അതിന്റെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി ഈക്വൽ ടു യൂണിറ്റ് പ്രൊഡ്യൂസ് ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ പ്ലസ് ലേബർ പ്ലസ് ക്യാപിറ്റൽ പ്ലസ് മിസ്സെലേനിയസ് ഇൻപുട്ട് പ്ലസ് എനർജി. ഇനി പ്രൊഡക്ടിവിറ്റി വേരിയബിൾസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ഉപയോഗപ്പെടുക, അല്ലെങ്കിൽ എന്തൊക്കെ വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് പ്രൊഡക്ടിവിറ്റിയിൽ ചേഞ്ച് വരുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് വരുന്നത്: ലേബർ, ക്യാപിറ്റൽ, മാനേജ്മെന്റ്. ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലേബേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ലേബേഴ്സ് വേണം, വർക്ക് ഫോഴ്സ് വേണം. അവരെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ആ ഒരു വർക്കിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു വർക്ക് ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷന് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സർട്ടൻ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ചില ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയാസ് വെക്കുന്നത്. ആ ഒരു എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയാസ് ഉള്ള ആൾക്കാർക്ക് അത്രത്തോളം പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വർക്ക് ഫോഴ്സ് ഡയറ്ററി ഹാബിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് ഫോഴ്സിന്റെ എങ്ങനെയാണ് അവർ ഫുഡ് കൺസംഷൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ന്യൂട്രിയൻസ് ഉള്ള ഫുഡ്സ് കഴിക്കുന്ന ആൾക്കാർക്ക് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ആ ഒരു പ്രൊഡക്ടിവിറ്റി ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ എത്രത്തോളമാണ് അവർക്ക് ലിവിങ് കോസ്റ്റ് എന്ന് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബേസിക് സാനിറ്റേഷൻ, ബേസിക് ഫുഡ്, ബേസിക് എഡ്യൂക്കേഷൻ, ബേസിക് ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ വരുന്ന എത്രത്തോളം സോഷ്യൽ കോസ്റ്റ്സ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം എക്സ്പെൻസ് വരുന്നുണ്ട്. ആ എക്സ്പെൻസ് അനുസരിച്ചിട്ടേ അവർ തന്നെ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അവർ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലേ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത് പറഞ്ഞാൽ ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ലേബറിൽ തന്നെ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന സാലറി ഒക്കെ നല്ല രീതിക്ക്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന വേജസ് നല്ല രീതിക്ക് അല്ലെങ്കിൽ ഒരു പെർ എംപ്ലോയി നമുക്ക് സാലറി വേജ് കുറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റിയും അവർ തന്നെ കുറച്ച് കുറയ്ക്കും. വെച്ച് കഴിഞ്ഞാൽ അവർ മടി കാണിക്കും. അത് ക്യാപിറ്റലിന്റെ ഒരു വേരിയബിൾ ആണ്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട് ഉണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കുറയുകയാണെങ്കിൽ നമുക്ക് ആ ക്യാപിറ്റൽ അവിടെ ഇടില്ല. അത് കാരണം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട് നമ്മൾ അവിടെ ഒഴിവാക്കും. അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം മെറ്റീരിയൽസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല മെറ്റീരിയൽസ് ഉണ്ടെങ്കിലേ നല്ല പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല മെഷീനറി ഉണ്ടെങ്കിലേ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം. എന്നുള്ളതൊക്കെ ക്യാപിറ്റലിൽ അടിയിൽ വരുന്ന പ്രൊഡക്ടിവിറ്റി വേരിയബിൾ ആണ്. മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേബറിനെയും ക്യാപിറ്റലിനെയും തരാൻ ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് മാനേജ്മെന്റ് വേരിയബിൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ ലേബറും ക്യാപിറ്റലും ഒക്കെ നല്ല രീതിക്ക് കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ അത് ആ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണ്. ഉള്ള റിസോഴ്സ് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഉള്ള ലേബർ ഫോഴ്സിനെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അവർക്ക് നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റണം. ഇതൊക്കെയാണ് മാനേജ്മെന്റ് വേരിയബിലിറ്റി വരുന്നത്. അടുത്തതാണ് കൺസ്യൂമർ ബെനിഫിറ്റ്സ് പാക്കേജ്. കൺസ്യൂമർ ബെനിഫിറ്റ്സ് പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. അതിന് പുറമെ തന്നെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ ആ കസ്റ്റമറിന് കൂടുതൽ എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടുതൽ ആകർഷിപ്പിക്കുന്ന കാര്യങ്ങൾ വേറെ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിന്റെ കസ്റ്റമർ ബെനിഫിറ്റ്സ് പാക്കേജ് ആണ്. അതിന്റെ കോർ സർവീസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂളല്ല ഒരു കോളേജ് എന്ന് കരുതിക്കും. അതിന്റെ കോർ അല്ലെങ്കിൽ പ്രൈമറി സർവീസ് എന്ന് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതുപോലെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി. നല്ല രീതിക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ പഠിച്ചിറങ്ങുന്ന സമയത്ത് കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് നല്ല രീതിക്കുള്ള പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. ഇത് രണ്ടും ആയിരിക്കും കോർ ആയിട്ടുള്ള സർവീസ് വരുന്നത്. ഇതാണ് സാധാരണ കോളേജുകാർ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ വാല്യൂ ആഡഡ് സർട്ടിഫിക്കേഷൻസ്, സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റി, ട്യൂഷൻ റീഇംബേഴ്സ്മെന്റ് ഫെസിലിറ്റി, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, മെഡിക്കൽ ഫെസിലിറ്റി, ക്യാൻറ്റീൻ ഫെസിലിറ്റി, ഇതൊക്കെ എന്ന് പറയുന്നത് പെരിഫറൽ സർവീസ് ആണ്. ഈ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ വേറെ എന്തൊക്കെ വാല്യൂ അഡീഷൻ ആണ് നമുക്ക് കൊടുക്കുന്നത് എന്നുള്ളത് പറയുന്ന സർവീസ് ആണ്. അല്ലെങ്കിൽ ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഈ ടാഞ്ചിബിൾ ആയിട്ടുള്ളതും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ആ ഒരു പെർട്ടിക്കുലർ കസ്റ്റമർ അത് വാങ്ങുന്നത്, അല്ലെങ്കിൽ ആ കസ്റ്റമർ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എത്രത്തോളം ആണ് ആ ഒരു പെർട്ടിക്കുലർ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു കോളേജിൽ തന്നെ ആയിക്കോട്ടെ, പല ഡിഫറെന്റ് ഫീസ് സ്ട്രക്ചറിലുള്ള കോളേജസിനായിരിക്കും. ആ ഫീസ് സ്ട്രക്ചറിലേക്ക് എങ്ങനെയാണ് അവർ ആകർഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും ജസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷനും പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി മാത്രമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ കുറെ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കുറെ കോളേജസ് സെയിം ടൈപ്പ് ഓഫ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഡിഫറെന്റ് ഫീസ് സ്ട്രക്ചർ ആണ്. അതെന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ട് അവർ വാല്യൂ അഡീഷൻ എന്തൊക്കെ വേറെ ഡിഫറെന്റ് കൊടുക്കുന്നുണ്ട്. ഈ വാല്യൂ അഡീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും കൺസ്യൂമർ ബെനിഫിറ്റ്സ് അവർ അസസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെയും ഡിസയറും നീഡ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ആഡ് ചെയ്യുന്നത്. അവരുടെ ക്ലയൻസ് അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ്സിനെ ആകർഷിക്കാനായിരിക്കും അവരത് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് എത്തിക്സ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു ഓപ്പറേഷൻസ് മാനേജേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഒരാൾ നോക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ മോറലി അതുപോലെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കണം അവർ ചെയ്യേണ്ടത്. വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ, അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ലേബേഴ്സിന്റെ റൈറ്റ്സ് നിഷേധിക്കാൻ പാടില്ല. ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മോറൽ ആൻഡ് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് മാത്രമേ ഒരു എഫക്റ്റീവ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സേഫ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറെ എത്തിക്കൽ ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നല്ല രീതിക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നല്ല രീതിക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ റിസോഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ, ഒരു നല്ല രീതിക്ക് എന്താ പറയാ റോ മെറ്റീരിയൽസ് കിട്ടുന്നത് ഒരു മൈൻസ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് ഏരിയ ആണെന്ന് വിചാരിക്കുക. ആ റിസർവ്ഡ് ഏരിയയുടെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് നല്ല ലേ ഔട്ട് പൊസിഷൻ അതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ വെച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് നല്ല രീതിക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ന് പറയുന്നത് സോഷ്യലി അക്സെപ്റ്റബിൾ അല്ല.
അതാണ് നമ്മൾ പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ഫുൾ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പൊ നമ്മൾ പ്രൊഡക്ട്സ് അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞത് അത് അവിടെ ഉള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. ഒരു ഇൻഡസ്ട്രി ആയിരിക്കും, സൗണ്ട് പൊല്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെ ആൾക്കാരെ ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ നോക്കാതെ എവിടെയായിരിക്കണം ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് അവർ തന്നെ മനസ്സിലാക്കണം. ഒന്ന്, നമുക്ക് നല്ല രീതിക്ക് പ്രൊഫിറ്റബിലിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടായിരിക്കണം ഡെസിഷൻസ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലേബേഴ്സിനോടുള്ള ഒരു എത്തിക്കൽ കൺസേൺസ് ഉണ്ട്. അവര് നല്ല ഫെയർ എൻവയറമെന്റ് ആയിരിക്കും നമുക്ക് കൊടുക്കേണ്ടത്. അവർക്ക് നല്ല സാനിറ്റേഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം, ഫെയർ വേജസ് കൊടുക്കണം, സാലറി കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കമ്മ്യൂണിറ്റി ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കും. വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഗ്ലോബലൈസേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് കൺട്രീസിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ ആ ഡിഫറെന്റ് കൺട്രീസിലെ അവരുടെ കൺസേൺസ് നമ്മൾ മാനിക്കേണ്ടി വരും. പിന്നെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ടിവിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. ആ എല്ലാ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും കൺസേൺസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ചേഞ്ചസ് കൊണ്ടുവരാനുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു എത്തിക്കൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന നിലക്ക് അവർ ഫ്യൂവർ റിസോഴ്സ് ആയിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. റിസോഴ്സ് മിനിമൈസ് ചെയ്യണം, വർക്ക് ഫോഴ്സ് നല്ല ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, അവർ ഹാപ്പി ആയിരിക്കണം. അതുപോലെ തന്നെ മാർക്കറ്റ് അഥവാ നമ്മുടെ കസ്റ്റമേഴ്സ് അവർ സന്തുഷ്ടരായിരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതുപോലെ എത്തിക്കൽ ക്ലൈമറ്റ് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലി നമ്മൾ എവിടെയൊക്കെ നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ട് അതെല്ലാവരും ഇംപ്രൂവ് ചെയ്യണം. എൻവയറമെന്റൽ കൺസേൺസ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻസ് ഡെവലപ്പ് ചെയ്തു. ആ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യാണ്. ആ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ വേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോളിഡ് വേസ്റ്റ്, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, ലിക്വിഡ് വേസ്റ്റ്, നോയ്സ് പൊല്യൂഷൻ. ഇവിടെ ഇതിനെ നമുക്ക് സംഭവം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ ആക്ട് പ്രകാരം നമുക്കൊരു മെയിൻ ആയിട്ട് 3 ലോസ് ഉണ്ട്, റെഗുലേറ്ററി സംഭവങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഹസാർഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് ഓഫ് 1989 എന്ന് പറയുന്നത് എൻവയറമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986ന്റെ അടിയിൽ വരുന്ന സോളിഡ് വേസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇന്ത്യൻ ആക്ട് ആണ്. അതുപോലെ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് ഓഫ് 1974 അമെൻഡഡ് ഇൻ 1978, 1988. ഇത് എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ആക്ട് ആണ്. എങ്ങനെയാണ് നമ്മൾ ഒരു കമ്പനിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന എഫ്ലുവൻസ് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒക്കെ കാര്യങ്ങൾ ഇവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എയർ പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഓഫ് 1981 എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മൾ എഫ്ലുവൻസ് നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്ക് തള്ളുകയാണെങ്കിൽ അത് എത്ര സൈസിലുള്ളത് എത്രത്തോളം കളയാൻ പറ്റും, എങ്ങനെയാണ് നമ്മൾ അത് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞപ്പോൾ നാലാമത്തെ എന്ന് പറഞ്ഞാൽ നോയ്സ് പൊല്യൂഷൻ ആയിരുന്നു. ആ നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് ജനറൽ ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നാഷണൽ ലെവലിൽ നമുക്കൊരു ലോ ഇല്ല. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ ലോസ് ഉണ്ടായിരിക്കും. അത് ലൗഡ് സ്പീക്കേഴ്സ് എങ്ങനെയായിരിക്കണം, നമ്മൾ ഒരു പാർട്ടി നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് റിലീജിയസ് ഫെസ്റ്റിവൽ നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സെറിമണി നടത്തുമ്പോൾ, അല്ലെങ്കിൽ മാരേജ് ഒക്കെ പോലെ എങ്ങനെയായിരിക്കണം നമ്മൾ നോയ്സ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എത്ര ടൈമിനുള്ളിൽ. ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ നമുക്ക് രാത്രി ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം നമുക്ക് ലൗഡ് സ്പീക്കേഴ്സ് അലൗഡ് അല്ല. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോയ്സ് പൊല്യൂഷന്റെ ഇതിൽ നമുക്ക് വരുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നതാണ് ഓപ്പറേഷൻ മാനേജേഴ്സ് ഇൻ ഇന്ത്യയിലുള്ളിൽ നമുക്ക് എങ്ങനെയാണ് ഓപ്പറേഷൻ മാനേജേഴ്സിനുള്ള സ്കോപ്പ്. നമുക്ക് ഒബ്വിയസ്ലി ഇൻക്രീസ് ഓപ്പർച്യൂണിറ്റി വരുന്നതാണ്. എന്ന് വെച്ചാൽ മൾട്ടി ഡിസിപ്ലിനറി ഫ്രഷേഴ്സ് ഭയങ്കര ആയിട്ട് തന്നെ വരുന്നുണ്ട്. ആ ഒരു എല്ലാ മൾട്ടി ഡിസിപ്ലിനറീസും വെച്ചാൽ HR, മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്നുള്ള ഒക്കെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ഓപ്പറേഷൻ മാനേജേഴ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഇൻവോൾവ് ആണ്. ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ നമ്മൾ പിന്നെ അതിനുശേഷം ഒരു പോസ്റ്റ് ഗ്രാജുവേഷനിലെ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്കോപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു സ്കോപ്പാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞാൽ ഓപ്പറേഷൻസിൽ മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ പോരാ, നമുക്ക് അതിനെ പോലെ തന്നെ ബാക്കി ഫങ്ഷണൽ ഏരിയാസിനെ പറ്റിയിട്ടും നല്ല രീതിക്ക് നമുക്ക് അറിവുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു ഗുഡ് ഓപ്പറേഷൻ മാനേജേഴ്സ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ജാപ്പാനീസ് മോഡലാണ്. എന്ന് വെച്ചാൽ ജപ്പാനിൽ നിന്നാണ് ഓപ്പറേഷൻ മാനേജ്മെന്റിന് ഒരു ഹൈക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അവരാണ് ക്വാളിറ്റി കൺട്രോളിൽ പല തിയറീസ് ഫോർമുല, ജിദോക്ക, ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന പോലത്തെ ഡിഫറെന്റ് ഫ്രെയിം വർക്ക്സ് തിയറീസ് കൊണ്ടുവന്നത് ജപ്പാനീസ് ആൾക്കാരാണ്. അതുപോലെ തന്നെ
ഇതിനെ ഫോളോ ചെയ്യുന്നോ അല്ലെങ്കിൽ നമുക്ക് അമേരിക്കയിൽ വരുന്നത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. മാർക്കറ്റിംഗിനാണ് എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ആണ് അവരുടെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്. ഫോർസ് ജപ്പാനീസ് മോഡൽ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ അമേരിക്കൻ ഫോക്കസ് കൊടുക്കുന്നത് മാർക്കറ്റിംഗ് ആണ്. ഇന്ത്യയിൽ നമ്മൾ അത് കമ്പൈൻ ചെയ്തിട്ടാണ് സാധാരണ ഒരു കമ്പനികളും നോക്കുന്നത്. വെച്ചാൽ കൂടുതൽ മാർക്കറ്റിംഗ് ആണ് ഇന്ത്യയിലെ ഓർഗനൈസേഷൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും ഇപ്പോൾ അതൊരു ആ ഒരു ഫ്രെയിംവർക്കിൽ നിന്നും മേക്ക് ഇൻ ഇന്ത്യ അങ്ങനത്തെ സംഭവങ്ങൾ വന്നതിന് ശേഷം കൂടുതൽ പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയതിനു ശേഷം നമുക്ക് ഓപ്പറേഷൻ മാനേജ്മെന്റിൽ ഒരു സ്കോപ്പിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന നിലയ്ക്ക് എന്തൊക്കെ ഫംഗ്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു ഓപ്പറേഷൻ മാനേജർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ എന്ന നിലയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, എന്തൊക്കെ പ്രൊഡക്ടിവിറ്റി ഫാക്ടേഴ്സ് ആണ് വരുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പറേഷൻ മാനേജേഴ്സിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഡിസംബർ 2023 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു മീൻ ബൈ സിസ്റ്റം വ്യൂ ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ്, എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ യൂസിങ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് മോഡൽ. സിസ്റ്റം വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷനെ നമുക്ക് ആ ഒരു പ്രൊഡക്ഷനിൽ മാത്രം നമ്മൾ നോക്കാതെ നമ്മൾ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻപുട്ടിൽ നിന്നും എങ്ങനെ ഔട്ട്പുട്ടിലേക്ക് വരുന്നു, കൺട്രോൾ ഫീഡ്ബാക്ക് ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്, എങ്ങനെയാണ് അത് ഫുൾഫിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ നമുക്കൊരു കംപ്ലീറ്റ് ഓവർവ്യൂ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള എന്ന് പറയുന്നതാണ് സിസ്റ്റംസ് വ്യൂ. പിന്നെ അതിനുശേഷം സ്യൂട്ടബിൾ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പേഷ്യന്റ് വരുന്നു ഒരു ഹോസ്പിറ്റലിൽ, ഡിഫറെന്റ് ഇൻപുട്സ് ഉണ്ടായിരിക്കും. എന്താ പറയാ, പ്രൊസസ്സറിന് ഹെൽത്ത് കെയർ ആയിരുന്നു, ഔട്ട്പുട്ട് നമ്മൾ പോകുന്നത് ഹെൽത്ത് ഇൻഡിവിജ്വൽ ആയിരുന്നു. അതുപോലത്തെ ഒരു സ്യൂട്ടബിൾ എക്സാമ്പിൾസ് നമ്മൾ കുറച്ച് കൊടുത്തിരുന്നു, അതാണ്. പിന്നെ വാട്ട്സ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ഡിസ്കസ് സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ജൂൺ 2023 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഓപ്പറേഷൻ മാനേജ്മെന്റ് പറയുമ്പോൾ നമുക്കൊരു പ്രൊഡക്ഷൻ എന്നതിനുപരി ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, പ്ലാനിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, അങ്ങനത്തെ സാധനങ്ങൾ എങ്ങനെയാണ് നമുക്ക് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് പറയുന്നത്. അതിന്റെ സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അത് ക്വാളിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെയായിരിക്കും ഡിമാൻഡ് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ഇത്രയായിരുന്നു. താങ്ക് യു.